അടിക്കുന്നതാണ്. അത് വേറെ സീരിയലാണ്. അടിപൊളി. ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അടുത്തൊരു ട്രിപ്പ് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. ഹെവി ട്രിപ്പ് ഒന്നുമില്ല, ഒരു കുഞ്ഞു ട്രിപ്പ്, ഒരു ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ ട്രിവാൻഡ്രം ജില്ലയിൽ, അത് തന്നെ ബോർഡർ എന്ന് പറയാം കേട്ടോ, തമിഴ്നാട് ട്രിവാൻഡ്രം ബോർഡറിലെ കാളിമല എന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. ഒരു പൊളപ്പം സ്ഥലമാണ് അമ്പൂരി കാളിമല. അമ്പൂരി ചെന്നിട്ടാണ് കാളിമല പോകുന്നത്. അപ്പോൾ നമുക്ക് 3-4 സ്പോട്ടുണ്ട്, ജംഗ്ഷനുണ്ട് നമുക്ക് പോകേണ്ട സ്ഥലങ്ങൾ. ഒന്ന് നമുക്ക് 2 റൂട്ട് പോകാം കേട്ടോ. ഇത് നമുക്ക് അമ്പൂരി ചെന്നിട്ടും പോകാം, അതുപോലെ തന്നെ നമുക്ക് ഇത് മെയിൻ റോഡ് എന്ന് വേറെ ഏതോ വഴിയുണ്ട്. ഞാൻ പോകുന്ന വഴിക്ക് എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം, ഏത് വഴിയാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ എല്ലാ ഡീറ്റെയിൽസായിട്ടും പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, മറ്റേ വേറെ 2 പേരും കൂടെ ഉണ്ട്. ഇപ്പോൾ ശ്യാമോടെ ഒരു പയ്യൻ വരും, ശ്യാം ഇപ്പോൾ വരും. അത് കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് നിന്ന് വേറൊരു പയ്യൻ ജോയിൻ ചെയ്യും. നമ്മൾ പോകുന്നത് ബുള്ളറ്റിലല്ല, നമ്മൾ പോകുന്നത് ഹീറോ സ്പ്ലെൻഡറിലാണ് കേട്ടോ. പുതിയ വണ്ടിയൊക്കെ എടുത്തു, നമുക്ക് നമ്പരും കാര്യങ്ങളൊക്കെ കിട്ടി, രജിസ്റ്റർ ചെയ്തു. ഇതേ നമ്മുടെ യൂട്യൂബിൻ്റെയും ഫിറ്റ്നസിൻ്റെയും ഇതിൻ്റെയൊക്കെ ലോഗോ ഒക്കെ സെറ്റ് ചെയ്തു. ലോഗോ അല്ല, അതിൻ്റെ പേരൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലോങ് റൈഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു ഓൾറെഡി, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്യാമെന്ന്. അപ്പോൾ അതൊരു അടിപൊളി ഒരു ട്രിപ്പാണ്. ആ ട്രിപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇവിടെ സ്പ്ലെൻഡർ വാങ്ങിച്ചത്. അപ്പോൾ അത് അടുത്ത വീഡിയോ എന്തായാലും പറയാം കേട്ടോ. ഇന്നിപ്പോൾ ഇങ്ങനൊരു സ്ഥലം, ഒരു റെയർ സ്ഥലമാണ് ഈ കാളിമല എന്ന് പറയുന്നത്. അങ്ങനെ അധികം ആർക്കും അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ ഒരു 5-6 വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ട് ഈ സ്ഥലത്ത്. കിട്ടുക്ക സ്ഥലമാണ്, ഒരു രക്ഷയില്ലാത്ത സൺറൈസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ടൈം ഏതാണ്ടൊരു 3 മണിയായിട്ടുണ്ട്. ശ്യാം ഇപ്പോൾ വരും, ശ്യാം വിളിച്ചായിരുന്നു 2:30-ക്ക്. അപ്പോൾ വീട്ടിനടുത്തുള്ള തന്നെ കേട്ടോ ശ്യാമ പയ്യൻ. അപ്പോൾ ഞാൻ ശ്യാമുണ്ട്, രണ്ട് വണ്ടിയിലാട്ടോ. അവൻ്റെ 220 ഉണ്ട്, 220യിലാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് പോകുന്ന വഴിക്ക് എങ്ങോട്ടാ ഡയറക്ഷൻ, എവിടെ ചെന്നിട്ടാണ് പോകേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പോകുന്ന റൂട്ടിൽ തന്നെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വിട്ടാലോ. അവന് വെയിറ്റിംഗ് കേട്ടോ, വന്നിട്ട് പോവാം. വന്നിട്ടുണ്ട്. ശ്യാം ഒരു ഹായ് പറയണം. ഹായ്. അപ്പോൾ നമുക്ക് വിട്ടാലോടാ. അപ്പോൾ നമ്മളിനി നേരെ എണ്ണ അടിക്കണം, കാരേറ്റ് എത്തിയിട്ട് എണ്ണ അടിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങാണ്. അപ്പോൾ നമ്മൾ ഗോപ്രോ ഹെൽമെറ്റിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണുന്നവർ എങ്ങനെയൊക്കെ വിഷ്വൽസൊക്കെ എന്നൊക്കെ ഒന്ന് പറയണേ. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി കേട്ടോ. ഇപ്പോൾ ചടയമംഗലത്താണുള്ളത്. ചടയമംഗലത്ത് നിന്ന് നേരെ ഇനിയിപ്പോൾ ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് നമുക്കിനി പോകുന്ന വഴിക്കറിയാം. പാപ്പനംകോട് ചെന്നിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് പോകേണ്ടത്. അപ്പോൾ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. മെയിൻ ജംഗ്ഷൻസൊക്കെ ഒന്ന് കവർ ചെയ്യാം കേട്ടോ. കാരണം ഇപ്പോൾ ഇരുട്ടൊക്കെ ആയതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് കാണിക്കാൻ വേണ്ടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ അടിപൊളി വണ്ടിയാണ്, സെറ്റ് വണ്ടിയാണ് കേട്ടോ. നമ്മുടെ ഹീറോ സ്പ്ലെൻഡർ പ്ലസ് പൊളി സാധനം. അത് നമ്മുടെ ഒരു അടിപൊളി ട്രിപ്പിനുള്ളതാണ്. അപ്പോൾ ആ ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ആയിട്ട് മാത്രം ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ എന്തായാലും പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒന്നും കാണാൻ പറ്റത്തില്ല, ഫുള്ള് ഇരുട്ടാണ്. അപ്പോൾ നമ്മുടെ ഹീറോ എടുത്തിട്ടിപ്പോൾ ഒരാഴ്ചയായി. ഏതാണ്ട് എത്ര 257 കിലോമീറ്ററായി. ഫസ്റ്റ് സർവീസ് ആയില്ല. 600 കിലോമീറ്ററാണ് ഫസ്റ്റ് സർവീസ് വരുന്നത്. അപ്പോൾ വണ്ടി നല്ല സ്മൂത്താണ് കേട്ടോ. വണ്ടി വടക്ക് ലുക്കെന്ന് പറഞ്ഞാലും പോരാ, അടിപൊളിയാണ്. ഫുള്ള് ബ്ലാക്കാണ്, ഫുള്ള് ബ്ലാക്ക്, അലോയ് സഹിതം ബ്ലാക്കാണ് കേട്ടോ വണ്ടി. അതുമല്ല ഫ്യൂവൽ ഇഞ്ചക്ഷനാണ്. ഫ്യൂവൽ ഇഞ്ചക്ഷൻ സെറ്റപ്പാണ്. കുറച്ചുകൂടെയൊക്കെ മൈലേജ് കിട്ടുമെന്നാണ് കേട്ടത്. എന്തിനാണെന്ന് അറിയാം. അപ്പോൾ ഇപ്പോൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് കാളിമല. ഞാനൊരു 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമായിരുന്നു. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള എല്ലാവരും ആ ഒരു അമ്പലത്തിലൊക്കെ പോയി, എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഭക്തി കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ കാളിമല എന്ന് പറയുന്നത്. കാളിമലയും അതുപോലെ തന്നെ ഈ മെയിനായിട്ട് നമ്മൾ പോകുന്നത് കുരിശുമല എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അത്യാവശ്യം അടിപൊളി വ്യൂ എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് ഇങ്ങനെ. അതുപോലെ അന്ന് ഞാൻ പോയ സമയത്തൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നല്ല ഹൈറ്റിലും അവിടെ നമ്മുടെ നെയ്യാർ ഡാമും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് മേളിൽ. നമുക്ക് പോയിട്ട് ഇങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ പുള്ളി ഇരുട്ടൊക്കെയാണ്, പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. മെയിൻ ജംഗ്ഷനൊക്കെ എത്തുമ്പോൾ ഞാൻ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാമറയുടെ ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണേ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഹെൽമെറ്റ് മൗണ്ട് ചെയ്ത് പോയി. നേരത്തെ ചെസ്റ്റ് മൗണ്ടൊക്കെ ആയിരുന്നു. ഹെൽമെറ്റ് മൗണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തു.
അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പറയണം, എങ്ങനെയാണ് വിഷ്വൽസ് കറക്റ്റാണോ അല്ലേ എന്നൊക്കെ. ഞാനിപ്പോൾ കൊണ്ടുപോയി എഡിറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റും. നമ്മളിത് പമ്പിൽ കയറി കേട്ടോ, വെഞ്ഞാറമൂട് എത്താറായി ഏകദേശം. ഞാൻ പമ്പിൽ കയറി എണ്ണ അടിക്കാനുള്ള കയറി. നീ അടിച്ചോ? മൈലേജ് ടെസ്റ്റ് ചെയ്യാനായിട്ട്. സംഭവം വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ അടിക്കുന്നില്ല. കാരണം ജസ്റ്റ് ഇതിൻ്റെ ഒരു മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഒരു എസ്റ്റിമേറ്റ് ഇട്ടിട്ട് നമുക്ക് അടുത്ത ട്രിപ്പിനുള്ള കണക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടാം. വേറെ ഒന്നുമല്ല, ഇപ്പോൾ നമുക്കൊരു 276 കിലോമീറ്റർ, ഏകദേശം ഒരു 4.5 ലിറ്റർ ആദ്യം ഉണ്ടായിരുന്നു. 1.5 ലിറ്റർ ഉണ്ടായിരുന്നു വണ്ടി വാങ്ങിച്ചപ്പോൾ, വേറൊരു 3 ലിറ്റർ ഞാനല്ലാതെ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 276 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ വണ്ടി. പിന്നെ അത് i3s സിസ്റ്റമൊക്കെ ഉണ്ട്. അത് നല്ല സെറ്റപ്പാണ്. മൈലേജ് കൂട്ടാനുള്ളൊരു പരിപാടിയാണ് കമ്പനിയുടെ. i3s ഓൺ ചെയ്തിട്ട് നമുക്ക് സിഗ്നലിലൊക്കെ വണ്ടി ഒരു 5 സെക്കൻഡ് കൂടുതൽ ഓണിൽ കിടക്കുകയാണെങ്കിൽ താനെ ഓഫ് ആയിക്കോളും. പിന്നെ നമ്മുടെ ഈ ക്ലച്ച് ഇങ്ങനെ പിടിച്ചാൽ മതി, താനെ ഓൺ ആയിക്കോളും വണ്ടി. അതൊക്കെ ഭയങ്കര സെറ്റപ്പാണ്. വണ്ടിയുടെ മൈലേജിന് അത്യാവശ്യം ചേഞ്ചസ് ഒക്കെ വരും. അപ്പോൾ നമുക്കിപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ഒരു 1 ലിറ്ററിൻ്റെ എണ്ണ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. കുറയാണെങ്കിൽ നമുക്ക് അടിക്കാം. എന്തായാലും തീരും, ഇപ്പോൾ തീരാറായി. 10 കിലോമീറ്റർ ഓടുമെന്ന് തോന്നുന്നു. എന്താല്ലേ 92 രൂപ. ഹെവി. മിക്കവാറും നമ്മൾ ആ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും 100 രൂപയാവും പെട്രോളിന്. എന്താ സീനല്ലേ. അങ്ങനെ ദേ നമ്മൾ കേരളത്തിൻ്റെ സ്വന്തം തലസ്ഥാന നഗരിയായ ട്രിവാൻഡ്രത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് ഏതാണ്ട് 10 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു പാപ്പനംകോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇപ്പോൾ പാപ്പനംകോട് ചെന്നിട്ട് അവിടെ ഒരു പയ്യുണ്ട്, നമ്മുടെ ശ്യാമിൻ്റെ ഒരു കൂട്ടുകാരനാണ്. അപ്പോൾ അവന് വഴിയും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതേ മച്ചന്മാരെ കുരിശുമല തീർത്ഥാടന കേന്ദ്രമുണ്ട്. ഇത് എൻ്റെ ഫ്രണ്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൂടെയാണ് നമുക്ക് കയറി പോകാനുള്ളത് മേളിലോട്ട്. ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കണ്ടോ, പാറയുടെ മുണ്ടിലായിട്ടൊരു പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റാണ് കയറി പോകാനുള്ളത്. ഓക്കെ, കുരിശുമല തീർത്ഥാടന കേന്ദ്രം. നല്ല കട്ടത്തേരിയാണ്. കട്ടത്തേരി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി തേരി. അപ്പോൾ അച്ഛന്മാരെ നമ്മൾ ഒരു വിധം കുരിശുമല കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അത്യാവശ്യം നല്ല ട്രക്കിങ്ങൊക്കെയാണ്. ഇതാണ് നമ്മൾ വന്ന വഴി. കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് നമ്മൾ ഡാനി ഒരു ഇവിടെ ശ്യാമോടെ ഉണ്ട്, ഹെൽമെറ്റ് വെച്ചിട്ട് കയറി പോവുക. അപ്പോൾ നമ്മൾ വന്ന വഴിയെന്ന് പറഞ്ഞാൽ കാണിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു, ഫുള്ള് ഇരുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ട്രിവാൻഡ്രത്ത് വന്നു കേട്ടോ. ട്രിവാൻഡ്രം വന്ന് അവിടുന്ന് നേരെ കാട്ടാക്കട, അവിടുന്ന് നേരെ പിന്നെ വെള്ളറട വരുന്നു കേട്ടോ. വെള്ളറടയിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് ഒറ്റ വഴിയാണ് നമ്മുടെ കുരിശുമലയായിട്ട് കുരിശുമല എവിടെയാണെന്ന് ചോദിച്ച് ഇങ്ങ് വന്നാൽ മതി. നല്ല അടിപൊളി റോഡാണ്. അപ്പോൾ നമുക്ക് 2 റൂട്ട് വരാം കേട്ടോ. നമ്മൾ അമ്പൂരി വന്നിട്ടും വരാം, അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു കാട്ടാക്കട വെള്ളറട റൂട്ടിലും വരാം കേട്ടോ. അമ്പൂരി റോഡ് ഒട്ടും കൊള്ളത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റൂട്ട് സെലക്ട് ചെയ്ത് വന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ട്രക്കിങ് തുടങ്ങിയിട്ടുണ്ട്. ആരുമില്ല കേട്ടോ, കൊള്ളാം, നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷേ താഴെ 1-2 വണ്ടിയൊക്കെ ഇരിപ്പുണ്ട്. മേളിലോട്ട് ആൾക്കാർ നേരത്തെ കയറി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇതുവഴിയൊക്കെ വണ്ടിയൊക്കെ കയറ്റിക്കൊണ്ട് പോകാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല റോഡൊക്കെയാണ്. 1/2 കിലോമീറ്റർ 500 മീറ്റർ ഇങ്ങോട്ട് മേളിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക്
വണ്ടികളൊക്കെ ദേ ഇവിടം വരെ കയറി വരത്തുള്ളൂ. ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാം. ഇവിടെ കുഴിച്ചിരിക്കുന്നുണ്ടോ. ഇതെന്തിനാണെന്നറിയാം, ഇത് റെസ്റ്റ് ഹൗസ് വല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ അഡ്വഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. ഈ ഒരു മേളിൽ ഒരു കുരിശുണ്ട് കേട്ടോ, അവിടെയാണ് നമ്മൾ കയറി പോകാൻ പോകുന്നത്. പക്ഷേ ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. കൊള്ളാം. ഇതിപ്പോൾ കാളിമല കയറി പോകുന്ന റൂട്ട് വേറെ കേട്ടോ, അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് കാളിമല കയറി പോകുന്നത്. ഇത് കറക്റ്റ് കുരിശുമല കയറി പോകുന്ന റൂട്ട്. വാ അങ്ങോട്ട് പോയി പൊളി. അത്യാവശ്യം കിടില ഓഫ് റോഡാണ് കേട്ടോ. സൂപ്പർ. അപ്പോൾ കയറി പോകുന്ന എല്ലാ സൈഡിലും ഇതേ കണക്ക് ഒരു കമ്പി, അതിൻ്റെ ഒരു കുരിശും സംഭവങ്ങളൊക്കെ ഉണ്ട്. രാവിലെ ആയതുകൊണ്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങ് കയറി പോവാം. ദേ നമ്മുടെ യേശു. അപ്പോൾ നമ്മൾ അങ്ങാണ് പോകേണ്ടത് കേട്ടോ. അവിടെ ഒരു കുരിശ് കണ്ടോ, കുരിശ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. എവിടെയാണ് കുരിശ്? അതാണ് കുരിശ് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമുക്ക് പോകേണ്ടത്, കുരിശുമല. അടിപൊളി. പയ്യന്മാരൊക്കെ ക്ഷീണിച്ച് നിൽക്കുന്നുണ്ട് അവിടെ. കുറച്ച് കയറിയതേ ഉള്ളൂ. അതായത് പോകുന്ന വഴിക്കൊരു മണിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മണി അടിക്കാൻ ഭയങ്കര താല്പര്യം. അപ്പോൾ നമുക്കൊന്ന് പോയി മണി അടിച്ചിട്ട് വരാം. എന്താ കളർ നോക്കിയാൽ ഇവിടുത്തെ ആകാശത്തിൻ്റെ. അടിപൊളി പൊളി. കാടൊക്കെ വെട്ടിത്തെറിച്ച് നമ്മൾ വരും. മോനെ പൊളി. മണി അടിക്കാം വേണ്ട. ഇതാണ് നമ്മുടെ മണി. പൊളി പൊളി. ശ്യാമ മണി അടിച്ചാ നീ? വേണ്ട വേണ്ട. കയറി പോകുന്ന വഴി രണ്ട് പാറയുടെ ഇടയിൽ മാതാവിൻ്റെ രൂപമൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ തളർന്ന കേട്ടോ. അടിപൊളി കേട്ടോ. ആകാശത്തിൻ്റെ കളർ പോയി സൂപ്പർ. പക്ഷെ നമ്മൾ മറ്റേ ഉത്തരാഖണ്ഡ് മുൻശേരി ട്രിപ്പ് ഉണ്ടായിരുന്നല്ലോ, കലിയ ടോപ്പ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അല്ലല്ലോ. അത് 8 കിലോമീറ്റർ ട്രക്കിംഗ് ആയിരുന്നു. ഇത് 2-3 കിലോമീറ്ററൊക്കെ ഉള്ളൂ. ഓക്കെ. അയ്യോ, കൈവരിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പോകുന്ന വഴിയൊക്കെ. അത് നല്ല സേഫ്റ്റിക്കൊക്കെ. അടിപൊളി. നമ്മുടെ ശ്യാമജ ഇവിടെ തളർന്ന് ഇരിക്കുന്നല്ല. എളുപ്പം അത്യാവശ്യം കുത്തനെ അടങ്ങുന്ന തേരിയാണ്ട് നല്ലതായിട്ട് തളരും കേട്ടോ. പക്ഷെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അതെ, അവിടെ നിന്ന് കണ്ടോ നെയ്യാർ ഡാമിൻ്റെ ഒരു ഭാഗം വന്നാൽ കാണുന്നതൊക്കെ. അടിപൊളി പൊളിയാണ് കേട്ടോ. പക്ഷേ ഇവിടെ സീസൺ ടൈമിലൊക്കെ ഹെവി ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു 4-5 പേരൊക്കെ ഉള്ളൂ. ട്രക്കിങ് അടിപൊളി. അത്യാവശ്യം നല്ലതായിട്ട് തളരുന്നൊരു ട്രക്കിങ്ങാണ്. ടോപ്പെത്തിയാടാ. എല്ലാ വളവിലും കുരിശിരിപ്പുണ്ടോ. പുളി മോനെ പുളി. ഹെവി തന്നെ കേട്ടോ. കിടക്കാൻ വ്യൂ തന്നെയല്ലേ. എനിക്കൊന്നും അധികം ആർക്കും അങ്ങനെ അറിയാൻ വയ്യാത്തൊരു സ്ഥലമാണ് കേട്ടോ അത്. ഹെവി. കാളിമലയും നമ്മുടെ കുരിശുമലയും രണ്ടാണേ. അങ്ങോട്ട് ചെന്നിട്ട് കാണിച്ചു തരാം എവിടെയൊക്കെ. പുളി കിട്ടില്ല. അവിടെ നിന്ന് ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് മേളിൽ പോയാൽ അത്യാവശ്യം നല്ല വ്യൂ കിട്ടും.
ഇതായിരിക്കുന്നു വേറെ കുരിശ്. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചേട്ടോ. ഇങ്ങനെ കുത്തനെ കിടക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ തളരുന്നുണ്ട്. അതിപ്പോൾ ഒരു അടിപൊളി ഒരു വ്യൂ കിട്ടിയോണ്ട് ഇരുന്ന് എല്ലാവരും ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. കാരണം ഇത് കണ്ടോ അവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടോ, പൊളി കേട്ടോ. നമ്മളിനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാമെന്നൊക്കെയാണ് ഡാനി പറഞ്ഞേക്കുന്നത്. എന്തിനാണെന്ന് ദൈവത്തിനറിയാൻ, ഒന്ന് കൊണ്ടുവന്നതിൻ്റെ ക്ഷീണം മാറിയില്ലെന്ന്. ഓക്കെ, കൊള്ളാം, അടിപൊളി. ഇത്തിരി കൂടെ സെറ്റായിരിക്കും മുകളിലോട്ട് ചെല്ലുമ്പം. ഓക്കെ, പോടാ എന്നാ മുകളിലോട്ട് ഇടാം. അതെ, കുറച്ചുകൂടെ മുകളിലോട്ടെത്തി. പൊളിയാണ് കേട്ടോ. അതൊക്കെ തമിഴ്നാടല്ലേ? ഹെവി. നമ്മളിതേ അവിടെ നിന്നാണ് കയറി വന്നത് കേട്ടോ. അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ അവിടെ നിന്നാണ് നമ്മളിങ്ങനെ നടന്ന് കയറി വന്നത്. പോടാ. ഹെവി ട്രക്കിങ് ഡേ. എൻ്റെ മോനെ കിടിലം. നിന്നപ്പോൾ എല്ലാവരും ഇന്ന് വ്യൂ എടുക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ നമ്മൾ റെസ്റ്റ് എടുക്കാൻ നിൽക്കുന്നു അവിടെയൊക്കെ നല്ല അടിപൊളി വ്യൂസ് ആയിരിക്കും കേട്ടോ. അതെന്തായാലും നല്ലൊരു സംഭവം, അടിപൊളി ഹെവി സ്പോട്ട് തന്നെ കേട്ടോ സംഭവം. ഇതേ നമ്മൾ നേരെ അവിടെ ഒരു കുരിശുണ്ട്, അവിടെയാണ് നമ്മൾ പോകാൻ പോണത്. എല്ലാവരും ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കുക, തളർന്ന് നല്ല രീതിയിൽ തളർന്ന് കേട്ടോ. പക്ഷേ കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ എല്ലാം കിടുക്കാൻ വ്യൂസ് കാണാൻ പറ്റിയ. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 3 മണി. പക്ഷെ നമ്മളൊരു 2 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഹെവി ആയിട്ട് ഇത്തിരി കൂടെ നല്ല രീതിയിൽ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയേനെ. പോവാ, ഇരിക്കണ്ട. ഇപ്പോൾ കൊണ്ടത് ആ മലയുടെ മുമ്പ് ഇത്ര നേരം ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു മേഘം ഇങ്ങനെ വന്ന് ആ മഞ്ഞിങ്ങനെ മൂടിയിരിക്കുന്നുണ്ടോ, അത് കിടുക്കം സീനാണ് കേട്ടോ. പൊളി. ആ, അടിപൊളി. ഇവിടെ മൊത്തം പള്ളിയുടെ ക്രിസ്ത്യൻസ് ഏരിയയാണ് കേട്ടോ. അതൊന്ന് സൺഡേയും കൂടെ അല്ല, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കയറി വരുന്നത്. അവിടെ പള്ളിയിൽ പ്രസംഗിക്കുന്ന സൗണ്ടൊക്കെയാണ് കേട്ടോ. പക്ഷെ ഇതൊരു രക്ഷയില്ല, അന്യ വ്യൂ ആയി പോയത്. അപ്പോൾ ചമ്മ നമ്മൾ കഷ്ടപ്പെട്ട് കയറിയതിന് എന്തായാലും ഗുണമുണ്ടായി. ഓരോരോ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഓരോ വ്യൂ പോയിന്റുകൾ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുവിധം നമ്മൾ ഫൈനലി പൗഞ്ച് ചെയ്യാന്നൊക്കെ പറയത്തില്ലേ, എത്തി. വാ, എത്തിയില്ല, ഇച്ചിരി കൂടെ ഉണ്ട്. അടിപൊളി കേട്ടോ. എങ്ങോട്ടല്ലേ? ഇങ്ങോട്ടാ? ഓക്കെ. ആ, അത് എഴുതി വെച്ചേക്കുന്ന കാളിമല്ലേ തമിഴിൽ. എനിക്കറിഞ്ഞിട്ട് വായിക്കാം, ഞാൻ പറഞ്ഞത്. ഓക്കെ, വാ, ഇനി മേളിൽ തന്നിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു 5-6 പേര് ഇറങ്ങിപ്പോയി കേട്ടോ. അവർ തമിഴ്നാട്ടിൽ നിന്ന് വന്നേന്ന് തോന്നുന്നു. കാരണം ബോർഡറാണ് ഇത്, കേരള തമിഴ്നാട് ബോർഡറാണ്. അപ്പോൾ അവർ എനിക്കൊന്ന് രാത്രിയിലാണ് കയറി വന്നിരിക്കും. അയ്യോ, നേരെയല്ലേടാ. അപ്പോൾ അവരങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ഒരു 5-6 പേരുണ്ടായിരുന്നു അവർ. കൊള്ളാം, അടിപൊളി ഹെവി വ്യൂ ആണ്. ഹെവി. അങ്ങനെ മേളിൽ എത്തിയിട്ടോ. ഇവിടെ ഒരു പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പൂജയൊക്കെ നടക്കുന്നുണ്ട്. കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് നോക്കാം. കാളിമല ക്ഷേത്രം മെയിൻ അവിടെയാണ്. പൂളി തന്നെ, പൂളി. പക്ഷെ എന്നാ വ്യൂ ആണെന്ന് നോക്കിയേ. അത് ഇറങ്ങിയിരുന്ന കുറച്ച് പേരൊക്കെ. അയ്യോ രണ്ടുപേരും നമ്മുടെ വഴി പോയിക്കും. നമുക്കറിയാമോ, നമ്മൾ വേറെ വഴി കൂടെ കയറി ഇതിലേ കൂടെ കയറിയായിരുന്നു. അപ്പോൾ പൊളി തന്നെ കേട്ടോ. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വന്നപ്പോൾ വാ, എൻ്റെ മോനെ കിട്ടില്ല. എന്നാ വ്യൂ ആണെന്ന് നോക്കിയേ. ആടി പൊളി, ഒരു രക്ഷയില്ല. എടാ ശ്യാമേ, അത് കണ്ട ഹെവി. എന്ത് അത്
പൊന്നു മച്ചാന്മാരെ ഒരു രക്ഷയില്ല. കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ, പക്ഷേ നമ്മൾ ഉത്തരാഖണ്ഡ് ഇതേപോലത്തെ കുറേ സ്പോട്ടുകളുണ്ട്. പക്ഷേ കേരളത്തിൽ ഇത് ഹെവി തന്നെ കേട്ടോ. അതും ട്രിവാൻഡ്രം ജില്ലയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ സംഭവം തന്നെയാണ്. ഓ പൊളി. ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. എന്നാ വ്യൂ ആ നോക്കിയേ. എൻ്റെ മോനെ ഇത് കണ്ടോ, പൊളി പൊളി. എന്നാ നോക്കിയേ, വൈബ് നോക്കിയേ, ഒരു രക്ഷയില്ല കേട്ടോ. വാവ്, അടിപൊളി. ഇതൊക്കെയാണ് വൈബ് കേട്ടോ. ജമരെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമുക്കിപ്പോൾ എവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് ഒരു പിടുത്തവും ഇല്ല. അമ്മാരി ഇല്ലടാ. എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച്, ഈ സ്ഥലത്തെക്കുറിച്ച് പറയടാ. എന്തെങ്കിലും ഒരു രക്ഷയില്ല. നീ കുറേ സ്ഥലങ്ങൾ ഇറങ്ങിയിട്ടുള്ളതല്ലേ, എന്താണ് എക്സ്പീരിയൻസ്? എന്നാ വ്യൂ അല്ലേ. വേറൊരു വ്യൂ ഞാൻ കാണിച്ചുതരാം. നമ്മളിപ്പോൾ 1-2 സ്ഥലത്ത് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇതേ അടുത്ത വ്യൂ. എൻ്റെ മോനെ, ഓ വാ പൊളി. വാ കിട്ടില്ല കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അധികം ആരും കവർ ചെയ്യാത്തൊരു സ്ഥലമാണ് കേട്ടോ. അധികം ആർക്കും അറിഞ്ഞുകൂടാത്തൊരു സ്ഥലം കൂടിയാണ്. പക്ഷേ കാളിമല പണ്ടൊക്കെ നല്ല ഫേമസ് ആയിട്ടൊരു അമ്പലത്തിലൊക്കെ ഇഷ്ടംപോലെ പേര്, ഞാനും വന്നിട്ടുണ്ട്. 10 വർഷം മുമ്പൊക്കെ ഒത്തിരി പേര് വരുന്നൊരു സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾക്കാരൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു വഴി ട്രക്കിങ് ചെയ്ത് വന്നുകൊണ്ടാണ് കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയത്. പക്ഷേ കാളിമല അമ്പലത്തിൽ വരുന്നവരൊക്കെ ആ ഒരു ജീപ്പിൽ കുറച്ചൊരു 1 കിലോമീറ്റർ പോലും ഇല്ല ജീപ്പ്. അപ്പോൾ കയറി വരുന്നവർക്ക് അധികം വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. പക്ഷേ ഈ ഒരു കുരിശുമല ട്രക്കിങ്ങിൽ വരുന്ന വഴിയൊക്കെ ആണെങ്കിൽ അടിപൊളി, അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ വ്യൂസ് കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ ഇത്രയും വിചാരിച്ചില്ല. അല്ല, കിട്ടില്ല വ്യൂസ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് കാണാണ്ട്, തീർന്നില്ല സംഭവം. അവിടെ ഫോട്ടോ എടുത്ത് തകർക്കുകയാണ്. എന്നാ വ്യൂ ആണെന്ന് നോക്കിയേ. അതെ, നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് കാളിമല ക്ഷേത്രം കേട്ടോ. അവിടെ വരെ ജീപ്പ് കയറി വരും, നമ്മളെ വണ്ടി വരെല്ലാം കയറി വരും അവിടെ. പക്ഷേ നമ്മൾ ട്രക്കിങ് ചെയ്ത് വന്നുകൊണ്ട് അത്യാവശ്യം കിട്ടില്ല വ്യൂസൊക്കെ കിട്ടി. ഇനി നമ്മളൊരു സൂയിസൈഡ് പോയിൻറ്റിൻ്റെ എൻഡിലോട്ട് പോവുകയാണ്. ഹെവി എന്നാ നോക്കിയേ, എന്നാ വ്യൂ ആണെന്ന് നോക്കിയേ. വൈബ് ഒരു രക്ഷയില്ല. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷേ പണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വ്യൂ ഉണ്ടെങ്കിലും ഇപ്പോഴാണ് ആ ഒരു വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയതിന് ശേഷമാണ് നമ്മുടെ വ്യൂ ഒക്കെ ആസ്വദിക്കാൻ തുടങ്ങിയത്. സത്യം പറയാലോ, അത് ഹെവി എന്നാ കേട്ടോ. ഇനി നമുക്ക് ആ സൂയിസൈഡ് പോയിൻറ്റിൻ്റെ എൻഡിലോട്ട് പോവാം. ഓ ഹെവി. വാ എൻ്റെ മോനെ, എന്നാ വ്യൂ അത്. പൊളി, ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ അമ്മ, ഇതേ കണ്ടോ, നെയ്യാർ ഡാമിൻ്റെ ഭാഗമാണ് കേട്ടോ അത്. കിടില. എൻ്റെ അമ്മോ, എന്നാ വ്യൂ അത്. എൻ്റെ മോനെ, ഈ ഒരു വൈബിൽ നമ്മൾ ഈ ഒരു കട്ടൻ ചായ കുടിക്കുന്നുണ്ടല്ലോ, അത് വേറെ ഫീൽ ആണ് കേട്ടോ. അടിപൊളി, ഹെവി. അപ്പോൾ നമ്മൾ കുരിശുമല അല്ലെങ്കിൽ നമ്മുടെ കാളിമലയിൽ നിന്ന് നമ്മൾ ഈ ഒരു വൈബിൽ ഇതേ കട്ടൻ ചായ, കട്ടൻ അടിക്കുക കേട്ടോ, വേറെ ഒന്നുമല്ല, കട്ടൻ തന്നെ അത്, തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, നമുക്കൊരു ചീസൊക്കെ അടിക്കാം. എന്നിട്ട് ഓക്കെ. അത് ശരിയാട്ടോ, പറഞ്ഞാൽ ഇതേ അവിടെ കുറച്ച് സ്ഥലം നമുക്ക് മൂന്നാർ പോലെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നോക്കി അവിടെ അത്രയും സ്ഥലം, അവിടെ തേയിലയാണോടാ, അത്രയും ഭാഗത്ത് വല്ലതും നട്ടിരുന്നതായിരിക്കും. പോച്ച പിടിച്ചടക്കായിരിക്കും അത്രയും ഭാഗത്ത്.
കൊള്ളാം കേട്ടോ, ഹെവി അടിപൊളി വൈബ് തന്നെ. നമ്മൾ എല്ലാവരും ഒന്ന് കട്ടടിക്കുക കേട്ടെ. പൊടി. എടാ നീ ആദ്യമായിട്ടല്ലേ വരുന്നത് ഇവിടെ ഡാനി? നേരത്തെ വന്നിട്ടുണ്ടോ? ഓക്കെ. പൊളി സാധനം. അപ്പോൾ അതെ, നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ല നമ്മുടെ കുരിശുമല. നമ്മൾ കാളിമലയാണ് എത്തിയത്. ആ കാണുന്നതാണ് കുരിശുമല കേട്ടോ. അവിടെ ആ എൻഡിൽ കുറേ പേര് ഇരിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ പോകേണ്ടത്. നമ്മളിങ്ങനെ ഇനി അങ്ങോട്ടുള്ള മൂവ്മെൻറ്റിലോട്ടാണ്. എന്തൊക്കെ പറഞ്ഞാലും ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് അധികം ആർക്കും അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ, നല്ല ഹൈഡായിട്ട് കിടക്കുന്ന പ്ലേസൊക്കെ, അത്രയും മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. എങ്കിൽ നമുക്ക് അവിടെയൊക്കെ വന്ന് വീഡിയോ എടുത്ത് പൊളിക്കാം. ഇവിടെ ഒരു രക്ഷയില്ല, ഹെവി. ഇപ്പോൾ അത്യാവശ്യം കോടയൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ കോടയൊക്കെ കയറിയുണ്ട്. ആകാശത്തിൻ്റെ കളർ ഉണ്ടോ, ഹെവി തന്നെ. വാ, ആ ടോപ്പ് എൻഡിൽ കയറി നിൽക്കുന്ന നോക്കിയാണ് പയ്യന്മാർ. അപ്പം അങ്ങോട്ടേക്ക് നമ്മൾ പോകാൻ. ഇനി നമ്മളെ കൊണ്ടുവന്ന വെള്ളമൊക്കെ തീർന്നു കേട്ടോ. വെള്ളമൊക്കെ കൊണ്ടുവരണം വരേണ്ടവരൊക്കെ സീസൺ അല്ലാത്ത സമയത്ത്. അങ്ങനെ നമ്മൾ വീണ്ടും അടുത്ത മല കയറാൻ തുടങ്ങി. നേരെ ഇതാണ് കറക്റ്റ് കുരിശുമല എന്ന് പറയുന്നത് കേട്ടോ. വാ, മല തന്നെ മല. തിരിച്ചിനി ഇതെല്ലാം ഇറങ്ങണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. പക്ഷേ ഇത്രയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് കയറി ചെല്ലുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര സംഭവമാണ്. താഴെ നിന്നൊരു വീണ്ടും ഒരു 1/2 കിലോമീറ്റർ മുകളിലോട്ട് നടക്കുമ്പോൾ നമുക്ക് ആ കുരിശ് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ കുരിശുമല. പൊടി അടിപൊളി. താഴോട്ടുള്ള വൈബ് നോക്കി. ഇന്ന് കാറ്റ് കുറവാട്ടോ, ഇല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കാറ്റാടിയുടെയൊക്കെ സൗണ്ട് അടിപൊളിയായിട്ട് കേൾക്കാൻ പറ്റും. വാ, എൻ്റെ മോനെ. അതുകൊണ്ടോ, ഈ കുരിശാണ് നമ്മൾ താഴ്ന്നോട്ടേ കാണുന്നത്. കിട്ടില്ല. ഈ കുരിശിൻ്റെ ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്ന കുരിശുമലയുടെ. കൊള്ളാം, ഹെവി. നീ അവിടെ ഒരു കുന്നൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. ഇടയ്ക്ക് ഗ്യാപ്പാ. അടിപൊളി. ചെമ്പരത്തിക്ക് നോക്കി. അപ്പോൾ അതേപോലെ നമുക്കിനി ടോപ്പ് എൻഡിലോട്ട് പോകണ്ടേ. മേളിൽ കുരിശുമലയുടെ ഏറ്റവും ടോപ്പിൽ ഇതേ പയ്യന്മാർ കയറി നിൽക്കുന്നുണ്ടോ, അവിടെയാണ് നമുക്ക് പോകാനുള്ളത്. ഈ അതും കൂടെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ട്രിപ്പ് പൂർത്തിയാകത്തുള്ളൂ. ഹെവി പൊളി തന്നെ കേട്ടോ. ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ വന്നെങ്കിലും അടിപൊളി. എൻ്റെ മോനെ, നമുക്ക് ഇതിൻ്റെ മേളിൽ കയറണം. അതൊത്തിരി ചെറിയൊരു ടാസ്ക്കാണ്. തെന്നും കേട്ടോ, പാറയുണ്ട്. ഓക്കെ, തിരിച്ച് കയറാൻ ഗോപ്രോ ഒക്കെ തറയിൽ പോയാൽ പോയി. എൻ്റെ മോനെ അടിപൊളി. നമ്മൾ നേരത്തെ പോയിരുന്ന് ചായ കുടിച്ച ആ ഒരു പോയിൻ്റാണ്, ആ സൂയിസൈഡ് പോയിൻ്റാണ് ആ കാണുന്നത് കേട്ടോ. അവിടെ നിന്നാണ് നമ്മളിങ്ങനെ കറങ്ങി ഇതുവഴിഞ്ഞ് കയറി വന്നത്. അടിപൊളി. അപ്പോൾ വെച്ചാൽ നമ്മുടെ 3000 അടി ഉയരത്തിലുള്ള അല്ല അത്യാവശ്യം നല്ലൊരു ട്രക്കിംഗ് ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ കാളിമല, അല്ലെങ്കിൽ നമ്മുടെ
കുരിശുമല. ഓക്കെ, കാളിമല അവിടെയുണ്ട്, കുരിശുമല ഇവിടെയാണ്. ഓക്കെ, 2 സ്ഥലങ്ങളാണ്. അപ്പോൾ രണ്ടിടത്ത് നിങ്ങൾക്ക് വരാം. കാളിമല വരണമെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയിൽ വരാം കേട്ടോ. താഴ്ന്ന് ജീപ്പ് മേളി വരെ വരുന്നുണ്ട്. പക്ഷേ കുരിശുമല വരണമെങ്കിൽ നിങ്ങൾക്ക് ട്രക്കിങ്ങിൽ താഴെ നമ്മൾ വന്ന വഴി തന്നെ നമുക്ക് താഴെ വണ്ടി വെച്ചിട്ട് ട്രക്കിങ് ഒരു 2.5 കിലോമീറ്റർ നല്ല രീതിയിൽ ഓഫ് റോഡ് ഉണ്ട്. ഓഫ് റോഡ് ട്രക്കിംഗ് ആണ്. വണ്ടിയൊന്നും കയറി വരത്തില്ല കേട്ടോ. അപ്പോൾ നടന്ന് തന്നെ കഷ്ടപ്പെട്ട് കയറി വരണം. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ചുകൂടെ നേരത്തെ വരുവാണെങ്കിൽ ഇച്ചിരി കൂടെ നേരത്തെ വരും. ഞങ്ങൾ 3 മണിക്ക് തന്നെ ചടയമംഗലത്ത് നിന്ന് ഇറങ്ങിയിട്ട് തന്നെ ഇവിടെ എത്തിയപ്പം നമ്മൾ കയറി തുടങ്ങിയത് ഒരു 6 മണിക്കാണ്. 6 മണിക്ക് ഇനി എത്തിയപ്പോൾ ഒരു 7 മണി 7:30 ആയി. അപ്പോൾ സൂര്യ ഉദിച്ച് വരുന്നതായതുകൊണ്ട്, പക്ഷേ ആ ഒരു കളറിങ് കിട്ടണമെങ്കിൽ, ആ ഒരു ഓറഞ്ച് കളറൊക്കെ ഫുള്ള് സ്കൈയിൽ കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ വരണം. നമ്മളൊരു 2 മണിക്കൊക്കെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. പക്ഷേ ഈ ട്രിവാൻഡ്രം ഏരിയ ഉള്ളവരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുറച്ചുകൂടെ നേരത്തെയൊക്കെ വരാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടാണ് മച്ചന്മാരെ സ്ഥലങ്ങൾ? പൊളി തന്നെ. അപ്പോൾ ഈ മച്ചന്മാരെ നമ്മുടെ ഈ ഒരു പ്ലേസ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. ഇത് ഇരുമ്പ് നേരത്തെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്ഥലം കുരിശുമലയെന്ന് നമ്മൾ ഇപ്പോഴാണ് പേര് ഞാൻ കേട്ടത് കേട്ടോ. പക്ഷേ നേരത്തെ ഈ പേരുണ്ട്. പക്ഷേ കാളിമല ഞാൻ വന്നിട്ടുണ്ട്. കാളിമല വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കുരിശുമലയിലോട്ട് വരുന്നത്. അവിടം വരെ വന്നിട്ട് ഇങ്ങോട്ട് കയറാനുള്ള മടി കാരണം തിരിച്ചു പോകും. ഓക്കെ, അപ്പം കാളിമല വരുന്ന എല്ലാവരും ഈ കുരിശുമലയിലോട്ട് വന്ന് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. അതുപോലെ തന്നെ ഇങ്ങനത്തെ നല്ല നല്ല കാഴ്ചകളുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ച് നമുക്ക് അവിടെ വന്ന് വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതുവരെ ഇങ്ങോട്ട് വരാനുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കാട്ടാക്കട വന്നിട്ട് കാട്ടാക്കടയിൽ നിന്ന് നേരെ എങ്ങോട്ടാണ് വെള്ളറടയില്ലേ? വെള്ളറയിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് നേരെ ഇഞ്ഞ് പോന്നാൽ മതി. അപ്പോൾ കാളിമല റൂട്ട് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ കുരിശുമല റൂട്ട് ചോദിച്ചാൽ മതി. എല്ലാവർക്കും ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. അടുത്ത മാസം അടുത്ത മാസം തൊട്ടാണ് സീസൺ തുടങ്ങുന്നത്. അപ്പോൾ അതിനു മുമ്പ് വന്നാൽ അത്യാവശ്യം ആൾ കുറവാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ആൾ കാണും. എങ്കിലും വൈബായിരിക്കും. അത്യാവശ്യം നമുക്ക് സമാധാനമായിട്ടിരുന്ന് വൈബൊക്കെ ചെയ്ത് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തിട്ടൊക്കെ പോകാം. അപ്പോൾ സീസണിൽ വന്നുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അമ്പലം ഫുള്ള് ആളായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറം തിരക്കാണ് ഇവിടെ നിന്ന് ഇരിക്കാൻ പോലും സമയം കാണത്തില്ല കേട്ടോ. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്തു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫിറ്റ്നസ് ട്രാവലർ V എന്നാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര്. മച്ചാൻ ഇൻസ്റ്റാഗ്രാം എല്ലാവർക്കും നമ്മുടെ ട്രിവാൻഡ്രത്ത് നമ്മുടെ എല്ലാം സെറ്റ് ആക്കണം അവിടെ. ഓക്കെ, ഫിറ്റ്നസ് ട്രാവലർ ഇനി ട്രിവാൻഡ്രം സിറ്റി ഫുള്ള് നമ്മളാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലേക്ക് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.